അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരും വരാത്തതുകൊണ്ട് ഞാൻ വന്നതാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നല്ല ക്ലാസ്. ഇന്നത്തെ ക്ലാസ് കേട്ടില്ലേ? പ്രഗത്ഭനായ ഉസ്താദാണ്. ഞാൻ കഴിഞ്ഞല്ലോ അപ്പുറത്തുള്ള മേനകോട് മുക്രിച്ചായിട്ടുണ്ടാകുമ്പോ മൂപ്പര് സദറായിട്ടുണ്ടായിരുന്നു ചേറു. അപ്പൊ മൂപ്പര് ക്ലാസ് എടുത്തു. നല്ല ക്ലാസ്സാണ്. അത് ഖുർആനല്ല, മറ്റേതോ ക്ലാസ്. ഇതിനേക്കാളും ഉഷാറാണ്. ഇത് നല്ല അൽഹംദുലില്ലാ അൽഹംദുലില്ലാ കുട്ടികൾക്ക് നല്ല ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മൂപ്പർക്കും നമുക്കും ഇതുപോലെ നല്ല നല്ല ക്ലാസ് എടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ഈ 8 ഗോളമുണ്ട് പൂരിപ്പിക്കാൻ. ഈ 8 ഗോളത്തിലും ഓക്കെ, ഫുൾ ഗുഡ് ഗുഡ്. ഞാൻ ശരി തന്നെ ഇട്ടിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. പിന്നെ ക്ലാസ്സിലെ തുടക്കം എല്ലാം ഗുഡ് തന്നെ, ഒന്നും പറയാനില്ല. കറുപ്പ് വലക ബോർഡെല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ട്. പാഠ ഉപകരണങ്ങൾ മൂപ്പർ ചാർട്ട് എല്ലാം കൊണ്ടുവന്ന് കുട്ടികൾക്ക് ഓരോന്നും വ്യക്തമാക്കി അവരെ കയ്യിൽ കൊടുത്തിട്ട് പഠിപ്പിച്ചു. കുട്ടികൾക്ക് നല്ല മനസ്സിലായില്ല. പക്ഷേ ആദ്യം സലാം ചൊല്ലിയപ്പോ കുട്ടികൾ വലൈക്കും സലാം എന്ന് പറയാറ്, അസ്സലാമു അലൈക്കും പറയാറ്. അപ്പോ കുട്ടികൾക്ക് എങ്ങനെയൊന്നുമില്ല, സലാമിന്റെ മറുപടി എല്ലാവർക്കും മനസ്സിലായിട്ടാണ് തോന്നുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. കുഞ്ഞപ്പ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ചില ക്ലാസ്സിലുള്ള കോട്ടങ്ങള് മൂപ്പർ കുറ്റപ്പെടുത്തുന്നതല്ല. ഞാനും ക്ലാസ് എടുത്ത ഇതിനേക്കാളും ബോറായി പോയി. ഇത് നല്ല ക്ലാസ്സാണ്. പക്ഷെ ചില ഇതുള്ളത് ഫാത്തിഹ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നല്ല ക്ലാസ് എടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ വളരെ ഡിജിറ്റൽ പരമായിട്ട് നല്ല ഇപ്പോഴത്തെ നല്ല ഇനി പ്രത്യേകിച്ച് പറയേണ്ടത് ഈ മഹല്ലുകാരെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരി, ഇത്രയൊരു മഹല്ലില് ഇത്ര വലിയ സെറ്റപ്പ്, സൗണ്ട് ബോക്സ്, സ്റ്റേജ് നോക്കി എന്ത് പാകണ്ട, എന്ത് പരിപാടി നടത്തണമെങ്കിലും 5 ദിവസം ചെലവില്ല. എത്ര വലിയ ബോക്സ് ഇതിനെ കാണുമ്പോ വലിയ. അപ്പൊ ഈ ക്ലാസിന്റെ ഏറ്റവും വലിയ വിജയം ഈ മാലിന്യ കമ്മിറ്റിയിലുള്ള ഈ സംവിധാനമാണ്. ഈ ബോക്സ് ഇത് ബാടക്കല്ല, ബാടക്കല്ല, ഈ മഹല്ലുകാർ അൽഹംദുലില്ലാ, ഈ മഹല്ലിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. പുരോഗതിയിൽ എത്തിക്കട്ടെ. എത്രയോ വലിയ വലിയ ജമാഅത്തിലും ഇത്ര സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 37 കൊല്ലമായിട്ട് പണിയെടുക്കുന്നു, ജോലി ചെയ്യുന്നു. ഇത്ര സെറ്റപ്പുള്ള ഒരു മദ്രസ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഇത്ര സെറ്റപ്പുള്ള മാസം ഈ കാട്ടില് കുണ്ടില് എങ്ങനെ? അല്ലാഹുവേ ഈ മഹല്ലിൽ ബർക്കത്ത് നൽകണം. അല്ലാഹുവേ ഓരോ വ്യക്തികൾക്കും